ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് നമ്മൾ കാണിക്കുന്ന സാധനങ്ങളുണ്ട്. അതായത് സോപ്പ്, അതേപോലെ തന്നെ ബോഡി വാഷ്, നിങ്ങൾക്കറിയാം ബോഡി ക്രീം അല്ല സോപ്പ് ക്രീം ഒക്കെ സംഭവങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ സംഭവം ആദ്യമൊക്കെ തന്നെ എനിക്ക് ഈ ഒരു സോപ്പ് കുളിക്കാനായിട്ട് സോപ്പ് ഉപയോഗിക്കാം, അത് മാത്രമേ എനിക്കും അറിയണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം കുറേ പ്രൊഡക്റ്റുകൾ കിട്ടുന്നു, അല്ലെങ്കിൽ ആമസോണിൻ്റെ ഒക്കെ ഈ ഒരു കൊളാബറേഷനൊക്കെ കിട്ടുമല്ലോ. അപ്പോഴാണ് ഞാനിങ്ങനെ പ്രൊഡക്റ്റുകൾ പല സാധനങ്ങൾ ട്രൈ തുടങ്ങിയത്. അതിന് മുന്നേ ആയിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ മേടിച്ചിട്ടില്ല, കാരണം അത്ര മേടിക്കാനുള്ള ക്യാഷ് ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഇത് വെറുതെ കിട്ടണത് കൊണ്ടാണ് കൂടുതൽ ഐറ്റംസ് മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ സാധാ ഈ സോപ്പ് മാത്രം ഉപയോഗിക്കുന്നവർക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ അല്ലാണ്ടൊക്കെ ഇത് അറിയുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെയൊക്കെ വരുന്ന സോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇങ്ങനത്തെയൊക്കെ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. അപ്പം ഇതും ഒരു സോപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് കുളിക്കാനുള്ള കുറച്ച് എസെൻഷ്യൽ ഐറ്റംസ് ആണ് കാണുന്നത്. ബോഡി വാഷ് കൂടുതലൊന്നുമില്ല, ഒരു 5 സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്യുന്ന. ബോഡി വാഷും അതേപോലെ തന്നെ ബോഡി സ്ക്രബ്, അതൊക്കെയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പം ഇത് വന്നിട്ട് ഒരു നമ്മൾ സോപ്പിന് പകരം ഉപയോഗിക്കുന്ന ഒരു സോപ്പ് ക്രീമാണ് കേട്ടോ. ഇത് എർത്ത് ഋതം അതിൻ്റെ ബട്ടർ ക്രീം സോപ്പാണ്. ബെറി സ്മൂത്ത് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അതേപോലെ തന്നെ ഇതിൽ ബെറി എക്സ്ട്രാക്റ്റ് ആണ് സംഭവം വരുന്നത്. കൊതുക് കടിച്ചുകൊണ്ട് നല്ല ചൊറിച്ചിലുണ്ട്. അപ്പം ഇതേപോലെയാണ് വരുന്നത്. നമ്മൾ സാധാ സോപ്പ് ഉപയോഗിച്ച് കുളിക്കില്ലേ, സോപ്പിൽ പകരമായിട്ട് നമ്മൾ ചകിരിയിൽ നമ്മുടെ ലൂഫയിൽ ഇതൊരു ക്രീം പോലെയാണ് വരുന്നത്. അതാക്കി കൊടുക്കുക, അതിന് ശേഷം തേച്ചുറച്ച് കുളിക്കുക. അതാണ്ടോ ഇത് എൻ്റെ പ്രത്യേകത വെച്ചാൽ പതഞ്ഞങ്ങട് ഇത് തേച്ചിട്ട് നമ്മളെ കുളി കഴിയുമ്പോഴത്തേക്കും കുളിമുറിൻ്റെ ചുമരൊക്കെ ബാത്റൂമിൻ്റെ ഉള്ളൊക്കെ ഫുള്ളിങ്ങനെ പതയും കൊണ്ട് നിറഞ്ഞു നിൽക്കും. കാരണം ഭയങ്കരമായിട്ട് ഇങ്ങനെ പതഞ്ഞ് തുളുമ്പി നിൽക്കുന്ന സംഭവം എന്ന് പറയില്ലേ, അതേപോലെയാണ് ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ. നല്ല സ്മെല്ലാണ്. ഇപ്പം ഏകദേശം ഉപയോഗിച്ചതിൻ്റെ കഴിയാനായിട്ടോ. കാണാൻ നല്ല രസമല്ല, ഇങ്ങനെ ഐസ്ക്രീം പോലെ ഇരിക്കും കാണാനായിട്ട്. അപ്പം ഇതാ ഇത്രയും കുറച്ചും കൊണ്ടുണ്ട്, ഒരു 1/4 ഭാഗം അരേൻ്റെ മേലെ ഞാനിത് യൂസ് ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇതിൻ്റെ സ്പൂണൊക്കെ ഇതിൽ വരുന്നുണ്ട്. ആദ്യം നമ്മൾ നീറ്റായിട്ട് എടുക്കും. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കൈ കൊണ്ട് അങ്ങനെ കോരി എടുത്തിട്ട് മറ്റേ ചകിരിയിലാക്കിയിട്ട് ഉറച്ച് കുളിക്കുകയാണ് ചെയ്യാറ് കേട്ടോ. ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ്, ഒരു പർപ്പിൾ കളറാണ് വരുന്നത്. നല്ല സ്മെല്ലാണ്. അതേപോലെ തന്നെ സ്കിൻ അങ്ങനെ ഡ്രൈ ആക്കുന്നില്ല കേട്ടോ. ചില സോപ്പുകളൊക്കെ ഉണ്ട് നമുക്കത് ഉപയോഗിച്ച് കഴിഞ്ഞ സമയത്ത്. ഇപ്പം ഞാൻ കുറേ ആയിട്ട് അങ്ങനെ സോപ്പ് ഉപയോഗിക്കാറില്ല. ഇതേപോലെ ഏതെങ്കിലും ഒരു ബോഡി ലോഷനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ തന്നെ നമ്മൾക്ക് സ്കിന്നിലൊരു വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ സ്കിൻ അധികം ഡ്രൈ ആക്കുന്നില്ല കേട്ടോ. അതേപോലെ ഡവിൻ്റെ സോപ്പൊക്കെ ഇല്ലേ, അതൊക്കെ നല്ലതാണ്. സ്കിന്നിന് ചിലത് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഡവിൻ്റെ സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു അങ്ങനെ ഡ്രൈനെസ് അധികം ഫീൽ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്, നമുക്ക് ഓവർ ഡ്രൈ ആയ പോലൊന്നും ഫീൽ ചെയ്യില്ല. നല്ല രസമാണ്. നമുക്കൊരു വെറൈറ്റിക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാമെന്ന് മാത്രം കേട്ടോ. നിർബന്ധം അങ്ങനെ ഒന്നുമില്ല. ഞാനപ്പോൾ അത് മേടിച്ച് ഉപയോഗിച്ചപ്പോൾ ഞാൻ ഞങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നത് മാത്രം. എൻ്റെ കഴിഞ്ഞത് റേറ്റ് വരുന്നുണ്ട് ഈ ഒരു സംഭവത്തിനൊക്കെ. കുറേ മുൻപ് മേടിച്ചേട്ടോ, കുറച്ചെടുത്താൽ മതി. നമുക്ക് ഇത്രയും റേറ്റ് വരുന്നുണ്ടെങ്കിലും കുറേ കാലം യൂസ് ചെയ്യാം. കുറച്ചെടുത്തിട്ട് പതയ്ക്കുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് നമ്മളെ ലൂഫിലൊക്കെ ആകുമ്പോൾ നല്ലോണം പതഞ്ഞു കിട്ടും. അപ്പോൾ കുറച്ച് മാത്രമേ ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് നല്ലതാണ്. ഇതിൻ്റെ എനിക്കൊന്ന് വേറെ വേരിയൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീം സോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടോ. ക്രീം സോപ്പ് ബാറ് പോലെയല്ല ഇരിക്കുന്നത്, അതന്നെ സംഭവം. പിന്നെ അതേപോലെ തന്നെ വന്നിട്ട് ഞാനൊരു സോപ്പ് മേടിച്ചു നോക്കി കാലങ്ങൾക്ക് ശേഷം. ഞാൻ കുറേ മുൻപൊക്കെ മേടിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആമസോണിൽ തന്നെ നമ്മൾ പിയേഴ്സും വേറെ ഡൗവൊക്കെ മേടിച്ചിട്ടുണ്ട്. അതേപോലെ വേറെ എന്തായിരുന്നു ഞാൻ മറന്നുപോയല്ലോ, വേറെ സോപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ മുൻപ് മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേയായിട്ട് സോപ്പ് അങ്ങനെ മേടിക്കാറില്ല. ഞാൻ സോപ്പ് മേടിച്ചാലും മിക്കവാറും ഏട്ടനാട്ടോ യൂസ് ചെയ്യാറുള്ളത് സോപ്പ്. ഞാൻ ബോഡി വാഷ്, ഏട്ടൻ എന്താണെന്ന് അറിയില്ല, ഞാൻ ചിലപ്പോൾ കുളിമുറിയിൽ സോപ്പ് തീരുമ്പോൾ കൊണ്ടുവെക്കാൻ മറക്കും. പിന്നെ ഏട്ടൻ വീക്കെൻഡിലല്ലേ വരുള്ളൂ. അപ്പം ഞാനിതും പിന്നെ എടുത്ത് വെക്കില്ല. ഞാൻ എന്തായാലും സോപ്പല്ല ഉപയോഗിക്കാറ്, അതേപോലെ ബോഡി വാഷാണ്. എന്നിട്ട് ഉള്ളിൽ സോപ്പ് ഒഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏട്ടൻ വരുന്ന സമയത്ത് കുളിക്കാൻ നേരത്തെ സോപ്പാണല്ല. എന്നാലും ഈ ഇത്രയും ബോഡി വാഷൊക്കെ അവിടെ നേരത്തെ വെച്ചിരുന്നാലും ഏട്ടനത് തൊടില്ല. ഏട്ടന് സോപ്പ് കുളിമുറി കൊണ്ടേ കൊടുത്തേ മതിയോ, ഏട്ടൻ സോപ്പ് തേച്ചേ കുളിക്കുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊന്ന് മേടിച്ചിട്ട് കാര്യമില്ല കേട്ടോ. നിങ്ങൾ സോപ്പ് വെച്ച് കുളിച്ചാൽ മതി. അപ്പോൾ ഇതേപോലത്തെ സാധനങ്ങൾ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊന്ന് കാണിച്ചത് മാത്രം. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ മൈസൂർ സാൻഡൽ സോപ്പാണ്. ആദ്യമായിട്ട് മേടിച്ച് നോക്കുന്നതാണ്. ഞാൻ മേടിച്ചത്ര ഒരു എക്സ്പെക്ടേഷനുള്ള സംഭവമൊന്നുമില്ല. സാധാ ഒരു സോപ്പ്, ചന്ദനത്തിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാച്ചാൽ ചെറുതായിട്ടുണ്ടോ. പക്ഷെ ഇതിൽ പ്രത്യേകം എന്താ വെച്ചാൽ നല്ല എന്താ പറയുക, മുണ്ടക്കം സോപ്പ് എന്ന് പറയും, എന്താ പറയുക, ഒരു പതക്കം വലിയ സംഭവമാണ്. ഭയങ്കര സൈസ് വരുന്നുണ്ട് കേട്ടോ. നമ്മളെ കയ്യിൽ ഒതുങ്ങാത്ത രീതിയിലുള്ള ഒരു സൈസിൽ. കയ്യിൽ ഒതുങ്ങുമോ വെച്ചാൽ ഇങ്ങനെ ഒതുങ്ങും, പക്ഷെ നമുക്ക് നോർമൽ സോപ്പിൻ്റെ സൈസല്ല, ഒരു എനിക്ക് തോന്നണു അതിനെക്കാട്ടും നല്ല വലിപ്പം കൂടുതലുണ്ട്. ഇതാ വലിപ്പം വരുന്ന സോപ്പാണ്. കാണാനൊക്കെ രസമുണ്ട്. ഇങ്ങനെ ഭയങ്കര വെറൈറ്റി ആയിട്ടൊന്നും തോന്നിയില്ല. ഞാൻ മൈസൂർ സാൻഡൽ സോപ്പ് പറഞ്ഞപ്പോൾ എന്തോ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ അത് കിട്ടാത്തത് കൊണ്ടായിരിക്കും. നോർമൽ ഒരു സോപ്പ് ഇത്ര തന്നെ കേട്ടോ. ഒറിജിനലാണോ എന്നറിയില്ല. നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് ഓർമ്മയുണ്ട്, അവരിങ്ങനെ നമ്മൾ ഓട്ടോയിൽ കുളിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ വണ്ടി കൊണ്ട് പോകണമെങ്കിൽ ആ ഒരു സിറ്റി കൂടെ കറങ്ങുന്ന ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം നൈറ്റിലൊക്കെ ഭയങ്കര തിരക്കാകുമ്പോൾ അപ്പോൾ നമ്മൾ ഓട്ടോയിൽ കുളിക്കൂലേ. അപ്പോൾ അവർ ചോദിക്കും
എന്തോ സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ മൈസൂർ സോപ്പ്, അതേപോലെ തന്നെ ഇങ്ങനെ ചന്ദനത്തിരിൻ്റെ ഒക്കെ അതിൻ്റെ സംഭവങ്ങൾ കിട്ടുന്നൊരു സ്ഥലമുണ്ട്, അവിടെ പോകണമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ കിട്ടുന്ന സാധനം എനിക്ക് ഇച്ചിട്ടാണ് മേടിച്ചത്. ഏട്ടൻ പറഞ്ഞു നിന്നെ പറ്റിച്ചാണ്, എനിക്ക് അറിയില്ല കേട്ടോ, നിങ്ങൾ ആരെയും മേടിച്ച് നോക്കിയിട്ടുണ്ടോ? കുഴപ്പമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, പെട്ടെന്ന് തീരുന്നൊന്നുമില്ല. അപ്പം ഇങ്ങനത്തെ 3 സോപ്പാണ് കിട്ടുന്നത്. ഒന്ന് എനിക്കും ഓൾറെഡി കുളിമുറിൽ കൊണ്ടുവച്ചിട്ട് ഏട്ടൻ അദ്ദേഹത്താണ് കുളിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ അടുത്തൊരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ഇത് തീർന്നു, നല്ല നല്ല മണമുള്ള ഒരു ബോഡി വാഷാണ് കേട്ടോ സംഭവം. ദ ബോഡി ഷോപ്പിൻ്റെ ഷവർ ജെല്ലാണ് ഇത്. ബ്രിട്ടീഷ് റോസ് ഫോർ ഓൾ സ്കിൻ ടൈപ്പ്, അതേപോലെ തന്നെ ഫ്ലോറൽ റിഫ്രഷിങ് സ്മെല്ല്. കറക്റ്റ് നമ്മുടെ പനിനീർ റോസ് ഉണ്ടാവുമല്ലോ, പനിനീർ റോസയിൽ കുളിച്ച് വരുന്നൊരു സ്മെല്ല് എന്ന് പറയില്ലേ, ശരിക്കും ആ ഒരു സ്മെല്ലാണ്. ബാത്റൂമിലൊക്കെ ആ ഒരു കുളി കഴിയുമ്പോഴത്തേക്കും നല്ല പനിനീർ റോസേൻ്റെ തന്നെ നമുക്കിങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു സ്മെല്ല് നന്നായിട്ട് എടുക്കും. നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇപ്പം മണക്കുമ്പോൾ തന്നെ കറക്റ്റ് എന്ന് മേടിച്ചാണെന്നറിയോ, ഞാൻ ഇതൊക്കെ ഉള്ളത് കൊണ്ട് മാറി മാറി എടുക്കുന്നത് കൊണ്ട് തീർന്നിട്ടില്ല കേട്ടോ. അപ്പം ഇത് നിങ്ങൾക്ക് ആ ഒരു പനിനീർ റോസിൻ്റെ സ്മെല്ല് ഇഷ്ടമാണെങ്കിൽ അടിപൊളിയാണ്. ആ ഒരു സ്മെല്ല് ഭയങ്കരമായിട്ട് നമുക്ക് കറക്റ്റ് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ അടുത്തൊരു സംഭവം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒന്നുമില്ല, ബോഡി വാഷ് നോർമൽ നമ്മൾ സോപ്പിന് പകരം ഉപയോഗിക്കണം. നല്ല സംഭവമാണിത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷവർ ജെല്ലാണ് കേട്ടോ, ബോഡി വാഷ് ഷവർ ജെൽ തന്നെ. പിന്നെ അടുത്ത വന്നിട്ട് നമ്മൾ എല്ലാ കാലവും ഞാൻ മുൻപൊക്കെ എപ്പോഴൊക്കെയോ കാണിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം. ഇത് കുറേ കാലത്തേക്ക് ഇത്രയും വലിയ ബോട്ടിലാണ് കേട്ടോ. ഇതിപ്പോൾ ഒന്നും തീരില്ല, ഇതിൻ്റെ ചെറുത് ഞാൻ നോക്കി പക്ഷേ കണ്ടില്ല. പക്ഷെ എനിക്കിത് ഇഷ്ടമായി കൊണ്ട് മേടിച്ചാണ്. നമ്മുടെ ഡവിൻ്റെ സൾഫേറ്റ് ഫ്രീ ക്ലൻസറാണ്, ഡീപ്പ് മോയ്സ്ചർ ബോഡി വാഷാണ്. ഇത് തേച്ച് കഴിയുമ്പോൾ ഇതേപോലെ തന്നെയാണ്, നമുക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും സോപ്പ് പോവാത്തൊരു ഫീൽ എന്ന് പറയില്ലേ, അങ്ങനെ ഒരു എന്താ പറയുക ഡ്രൈ ഫീൽ വരാണ്ട് നമുക്കിങ്ങനെ ഒരു സോഫ്റ്റ് ഫീൽ ഇരിക്കില്ലേ, നമുക്ക് മേത്ത് സോപ്പ് ഇരിക്കുന്ന സമയത്ത് ഒരു ഫീൽ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെയാണ് ഇതിൽ വെള്ളം ഒഴിച്ച് കുളി കഴിയുന്ന ആ സമയത്ത് ഉണ്ടാവും. തുടയ്ക്കുമ്പോൾ ഓക്കെയോ. എന്നിട്ട് എനിക്ക് ആദ്യം ഇത് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവും, ഞാൻ വിചാരിച്ചു എന്ത് ഇത് പോവാത്തേന്ന്. പക്ഷെ ഇത് പോയി കഴിഞ്ഞിട്ടുള്ള ആ ഒരു മോയ്സ്ചറാണ് കേട്ടോ സംഭവം. അത് നമ്മൾ തുടച്ച് കഴിയുമ്പോഴേ പോവുള്ളൂ. അപ്പം ഇത് നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, ചിലപ്പോൾ ഈ ഒരു വലിയ ബോട്ടിലൊക്കെ നമുക്ക് ആമസോണിൽ ഓഫറുള്ള സമയത്തൊക്കെ നല്ല റേറ്റ് കുറവിന് കിട്ടാറുണ്ട്. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബോഡി വാഷാണ്. പഴയ എൻ്റെ 2-3 വർഷം മുൻപുള്ള ഹോൾ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത് മേടിക്കാറുണ്ട് ഞാൻ കേട്ടോ. പൊതുവെ വലിയ ബോട്ടില്ല, എനിക്ക് തോന്നുന്നു 800 ml നമുക്ക് ഒരുപാട് കാലം തേച്ചിരിച്ച് കുടിക്കാനുള്ള ഒരു സംഭവമുണ്ട്. നല്ല സ്മെല്ലാണ്. പിന്നെ ഒരുപാട് കെമിക്കൽ ഫ്രീ ഒന്നുമല്ല, പക്ഷേ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മളുടെ അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സംഭവമാണ് നമ്മുടെ ഈ ഒരു ഡവിൻ്റെ തന്നെ ഒരു എക്സ്ഫോളിയേറ്റിംഗ് ബോഡി സ്ക്രബാണ് കേട്ടോ. വളരെ റെയറായിട്ടാണ് യൂസ് ചെയ്യാറുള്ളൂ. ഇത് മേടിച്ചതിന് ശേഷം 1-2-3 തവണ ഉപയോഗിച്ച് നോക്കി. ഞാൻ ബോഡി സ്ക്രബായിട്ട് ഒരു മുൻപറ്റൊന്ന് മേടിച്ചിട്ടുണ്ട്. അത് ഒരു സ്ക്രബ് മാത്രമേ ഉള്ളൂ, നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്ത് തേക്കണതായിരുന്നേ. അതിപ്പോൾ ഉണ്ടോ എനിക്ക് ഓർമ്മയില്ല, മറന്നു ഞാൻ ബ്രാൻഡിൻ്റെ പേര്. അപ്പോൾ ഇത് ഡവിൻ്റെ ആണ്. ഇത് നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്കിന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് വല്ല സ്ക്രബ് ഉപയോഗിക്കുന്നു. നമ്മൾ ഫുൾ ബോഡി ട്രീറ്റ്മെൻറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് അതിൽ ഫുൾ ബോഡി പാക്ക് ഉണ്ടാവും, സ്ക്രബൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ നമുക്ക് അങ്ങനെ പോയി ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കണമെന്നാണെങ്കിൽ ഇതേപോലെ മേടിക്കാവുന്നതാണ്. നമ്മൾ ഫേസ് സ്ക്രബൊക്കെ ഉപയോഗിക്കില്ലേ, നമുക്ക് ഡീപ്പായിട്ട് ആ പോർട്സൊക്കെ ക്ലീൻ ചെയ്യണം, ഒരു ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട്. അതുതന്നെയുള്ളൂ നമ്മൾ ഫുൾ ബോഡിക്കൊരു നമ്മൾ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഉരച്ച് സോപ്പ് ഉപയോഗിക്കുന്ന പോലെ ഉരച്ച് ഇതാക്കിയിട്ട് കുളിക്കുക തന്നെ സംഭവം ഈ ഒരു ബോഡി സ്ക്രബ് എന്ന് പറയുന്നത്. ഇതിലും സൾഫേറ്റും കാര്യങ്ങളൊന്നുമില്ല, നോ സൾഫേറ്റ് ക്ലൻസറാണ് ഇതിൽ വരുന്നത്. ക്വാളിറ്റി ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. അപ്പം ഇത് നല്ല സ്മെല്ലാണ് കേട്ടോ. ഇതിൽ ആ ഒരു നട്ട്സ് വരുന്നുണ്ട്, എന്താ ക്രഷ്ഡ് മക്കഡാമിയോ ആൻഡ് റൈസ് മിൽക്കാണ് ഇതിൽ വരുന്നത്. ഇത് കാണാൻ തന്നെ നല്ല ഇതാ ഇങ്ങനെ ഒരു ഉള്ളു മൂക്കിലായോ, ഒരു ഉള്ളെന്ന് അറിയണം, ഒരു ഐസ്ക്രീം പോലെ അങ്ങനത്തെ ഒരു സ്മെല്ലാണ് കേട്ടോ അതിന് വരുന്നത്. ഇത് നമ്മൾ അതേപോലെ ഉപയോഗിക്കാത്ര തന്നെയാണ്. അപ്പം നിങ്ങൾക്കിത് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എന്തായാലും നമുക്കിനി പുതിയ വീഡിയോസായിട്ട് വരും ദിവസങ്ങൾ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.